10-ാമത്തെ ഗാനത്തോടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ബലഹീനതയിൽ ബലമേകി. മൂന്നാമത്തെ ഗാനം എല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം
രക്ഷാസംഗീതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമലകി. നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമലകി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസംഗീതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളി. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസംഗീതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ലോകം മാറില്ല, ലോകം വിധി എഴുതി, ശോകം നിറഞ്ഞു മനം ഭീതിയിലായി. ലോകം മാറില്ല, ലോകം വിധി എഴുതി, ശോകം നിറഞ്ഞു മനം ഭീതിയിലായി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെങ്കിൽ വിടുതൽ നൽകി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെങ്കിൽ വിടുതൽ നൽകി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസംഗീതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസംഗീതം. നീയില്ലെങ്കിൽ എന്റെ
നാലാമത്തെ ഗാനം കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. വരവിൻ ധ്വനി മുഴങ്ങും കാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും കാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വനമേഘത്തിൽ മയങ്ങാനിനിയും സമയമില്ല, മധ്യാകാശത്തിങ്കൽ മഹദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വനമേഘത്തിൽ മയങ്ങാനിനിയും സമയമില്ല, മധ്യാകാശത്തിങ്കൽ മഹദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ജാതികൾ ജാതിയോടെതിർത്തിടുമ്പോൾ, ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. ജാതികൾ ജാതിയോടെതിർത്തിടുമ്പോൾ, ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ
ഒന്നാമത്തെ ഗാനം കർത്തനെ ഞാൻ നിങ്കിലേക്ക്. നിങ്ങളിലേക്കു എൻ കരങ്ങൾ നീട്ടിടുന്നു, എൻ്റെ കണ്ണും നിൻ കരുണ നോക്കുന്നേ, എൻ്റെ ശബ്ദവും നിൻ മുൻപിലുയർത്തിയിടുന്നേ. തേടിടുന്നു എന്ന ഭയം നിന്നിലെന്നും നാഥനേ, ഞാൻ നിന്നിൽ നിന്നാനുഗ്രഹത്തെ കെഞ്ചുന്നേ. അങ്ങേ കാരുണ്യത്തോടപേക്ഷിച്ചിരുന്നു ഞാൻ. എന്നെ നീ മറക്കരുതേ, തള്ളിക്കളഞ്ഞിടരുതേ, എന്നെ കൈവിട്ടിടരുതേ നാഥനേ. അങ്ങും എന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ. എന്റെ ശത്രുക്കളിൻ മുൻപിൽ നിന്നയാക്കിടരുതെന്നെ, ഉച്ചമാക്കിടരുതെന്നെ കൂട്ടരിൽ, വൈരിയാനന്ദിച്ചിടരുതെന്നെ പാപത്താൽ. മത്സരിയും എൻ്റെ വീഴ്ച ഇങ്കലുയർന്നിടരുതേ, നിൻ തൊഴുത്തിൽ നിന്നു പോയിടാതെന്നെ, പാതയതിൽ നിന്നു മാറ്റരുതേ നാഥനേ. നിന്റെ കൃപയിങ്കൽ നിന്നു എന്നെ അകറ്റിയിടരുതേ, കരുണയുത്സാഹചിറകിൻ കീഴിൽ നിന്നു തള്ളിക്കളഞ്ഞിടരുതേ നാഥനേ. നിന്റെ ഞാനും മറന്നപ്പോൾ എന്നെ നീ മറന്നിടല്ലേ, നിൻ കരുണയാലെ എന്നെ മോചിക്കാം, എന്നെ വെടുപ്പാക്കി വിശുദ്ധീകരിക്കുക. കർത്തനെ ഞാൻ നിങ്ങളിലേക്ക് എൻ കരങ്ങൾ നീട്ടിടുന്നു, എൻ്റെ കണ്ണും നിൻ കരുണ നോക്കുന്നേ, എൻ്റെ
രണ്ടാമത്തെ ഗാനം ഇത്രത്തോളം നടത്തിയവൻ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എൻ്റെ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. എൻ്റെ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. ചെങ്കടലെനിക്കെതിരായി വന്നിടുമ്പോൾ വൻതിരകൾ മതിലുകൾ ഉയർന്നിടുമ്പോൾ ചെങ്കടലെനിക്കെതിരായി വന്നിടുമ്പോൾ വൻതിരകൾ മതിലുകൾ ഉയർന്നിടുമ്പോൾ ഫറവോനും സൈന്യവും പിൻപേ വന്നാലും ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ഫറവോനും സൈന്യവും പിൻപേ വന്നാലും ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാലും നടത്തിയിടുമേ. എൻ്റെ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. യെരിഹോവിൻ മതിലുകൾ ഉയർന്നെന്നാലും അന്ധകാര ശക്തികൾ പെരുകിയാലും യെരിഹോവിൻ മതിലുകൾ ഉയർന്നെന്നാലും അന്ധകാര ശക്തികൾ പെരുകിയാലും ആത്മാവിൻ ശക്തിയാൽ തകർത്തിടുമേ. ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ആത്മാവിൻ ശക്തിയാൽ തകർത്തിടുമേ. ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എൻ്റെ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. തീച്ചുളയിലെന്നെ എറിഞ്ഞെന്നാലും സിംഹത്തിന്റെ ഗുഹയിൽ ഞാൻ അകപ്പെട്ടാലും തീച്ചുളയിലെന്നെ എറിഞ്ഞെന്നാലും സിംഹത്തിന്റെ ഗുഹയിൽ ഞാൻ അകപ്പെട്ടാലും ഊരിരുളിൽ താഴ്വരയിൽ നടന്നെന്നാലും ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ഊരിരുളിൽ താഴ്വരയിൽ നടന്നെന്നാലും ഇസ്രായേലിൻ ദൈവമെന്നും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. ഇത്രത്തോളം നടത്തിയവൻ എന്നെ എന്നാളും നടത്തിയിടുമേ. എൻ്റെ ആകുലത്തിൽ
എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. എന്റെ വ്യാകുലത്തിൽ എന്നും ആശ്വാസദായകനാ. എത്രയും സ്നേഹപൂർവം ഇന്നത്തെ വചന പ്രഘോഷണത്തിനായിട്ട് ബഹുമാനപ്പെട്ട നിജിൽ ജേക്കബ് വർഗീസ് കശി അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദനായ ഔഗിൻ തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട ജാക്സ് അച്ഛൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ അല്പം പ്രയാസത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രധാനമായും അഭിനന്ദനായ തിരുമനസിൻ്റെ സാന്നിധ്യം എന്നെ അല്പം പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നേക്കാൾ അറിവും ജ്ഞാനവുമുള്ള വൈദിക ശ്രേഷ്ഠർ എൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠരായ ആളുകളാണ് കേൾക്കുവാനായി ഇരിക്കുന്നതെന്നുള്ള ബോധ്യവും എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പും പല പ്രാവശ്യം കൺവെൻഷനുകളിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഉറപ്പോടുകൂടിയാണ് മൈക്കിളച്ചൻ വിളിച്ചപ്പോൾ ഞാൻ ഈ കൺവെൻഷന് വരാം എന്ന് സമ്മതിച്ചത്. പിന്നെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛാ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു വിഷയം ബേസ് ചെയ്താണ് ഇപ്രാവശ്യം നമ്മൾ പ്രസംഗിക്കുന്നത്. ഞാൻ അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും വിഷയം പറഞ്ഞപ്പോഴാണ് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. മറ്റൊന്നുമല്ല, ചില വിശ്വാസപരമായ തർക്കങ്ങൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ തന്നെ ഭിന്നതകൾ സൃഷ്ടിച്ച ഒരു കാര്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബദ്ധത്തിലെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമന്യ തിരുമനസിൻ്റെ പ്രത്യേകമായ അനുവാദത്തോടു കൂടി എനിക്ക് അറിയാവുന്ന ദൈവം നൽകുന്ന ആ വചനങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുവാനായി കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ്, 1700 വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തിയുടെ വിശ്വാസ പഠിപ്പിക്കലുകൾ അതല്പം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിന് തിരുത്തലുകൾ വേണമെന്ന് സഭ ഒന്നടങ്കം ആഗ്രഹിക്കുകയും 318ഓളം പിതാക്കന്മാർ ഒന്നിച്ചു ചേർന്നിരുന്ന് ആ വിശ്വാസ സംഹിതയെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആ വലിയ സമയത്തിൻ്റെ ഏതാണ്ട് 1700 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ചിരുന്ന് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയാണ്. എങ്ങനെയാണ് നിക്കിയ സുന്നഹദോസ് കൂടുകയുണ്ടായത് എന്നൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ നല്ല ഭംഗിയായി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. അറിയൂസ് എന്ന വൈദികൻ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ ക്രിസ്തു 2ാം സ്ഥാനിയാണ് എന്ന് ഒന്ന് പറയുവാനായി ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പിതാക്കന്മാർ ഖണ്ഡിക്കുകയും ദൈവം മനുഷ്യനായി തീർന്ന പുത്രനും സമത്വത്തിൽ ഏകരാണ് എന്നുള്ള ബോധ്യപ്പെടുത്തലുകൾ നൽകിയതുമാണ് നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് നമുക്കറിയാം. We believe in one true God, the Father Almighty, maker of heaven and earth എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസം പറഞ്ഞു തുടങ്ങുമ്പോൾ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിൻ്റെയും കാണപ്പെടുന്നതായാലും കാണപ്പെടാത്തതായാലും സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുവാനുള്ള ധൈര്യം കാണിച്ചതിൻ്റെ 1700 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിനുശേഷവും പല ഭിന്നതകളൊക്കെയും ഉടലെടുക്കുകയും പലതരം വിശ്വാസ വിപരീതങ്ങൾ സമൂഹത്തിൽ അലയടിക്കുകയും
പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോഴും ഈ ഒന്നാമതായി പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി എന്ന് പറയുന്നത്. തൃത്വ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ക്രൈസ്തവ ദർശനം. ആ തൃത്വത്തിൻ്റെ വിശ്വാസത്തിൽ അറിയൂസ് പഠിപ്പിച്ചു, മൂന്നും സമത്വത്തിൽ ഒന്നാണ് എന്ന് പഠിപ്പിച്ചു വെച്ചതിനെ ഒരല്പം വ്യത്യസ്തതകളുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട റൂണോ അച്ഛനോട് പറയുകയായിരുന്നു, ഒരു ഐയിലാണ് പ്രശ്നം ഇരിക്കുന്നത്. ഹോമോ ഉസിയോസ് എന്ന് പറയുന്നതിന് ഹോമോയി ഉസിയോസ് എന്ന് പറയുന്ന ഒരു ഐയിലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. പലപ്പോഴും നമുക്കിടയിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ചില ഐകളിലാണ്. ഞാനെന്ന ഭാവം, ഞാൻ അതിലേക്കൊന്നുമല്ല കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പിതാവാം ദൈവത്തിനോട് തത്തുല്യനായ പുത്രൻ എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം പിതാവാം ദൈവത്തിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി പുത്രനാം ദൈവത്തെ കാണുവാനും പഠിപ്പിക്കുവാനും ശ്രമിച്ചപ്പോൾ അറിയൂസ് എന്ന ആ വൈദികനിൽ നിന്ന് വ്യത്യസ്തനായി അത്തനാസിയോസ് എന്ന് പറയുന്ന ഒരു ഷമ്മാശൻ, അലക്സാന്ദ്രിയക്കാരനായ ഷമ്മാശൻ ആ വേദവിപരീതത്തെ തള്ളിക്കറിയുകയും ആ വേദവിപരീതത്തിന് മാറ്റമുണ്ടാക്കുവാനായി ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അവിടെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ചതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഇതുതന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവത്തെയാണ് പൂർണ്ണമായി നമ്മൾ ആരാധിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ ദൈവത്തെ തിരിച്ചറിയുവാനും ആ ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവം എന്താണെന്നും എങ്ങനെയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുവാനും വേണ്ടിയാണ് ചിലപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള സമയങ്ങൾ നമുക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക. അറിയൂസിൻ്റെ വേദവിപരീതം പ്രധാനമായും പിതാവാം ദൈവത്തെ പുകഴ്ത്തുവാനും പുത്രനാം ദൈവത്തെ ഒന്ന് താഴ്ത്തി കാണിക്കുവാനും ശ്രമിച്ചുവെങ്കിൽ ഇവ മൂന്നും തൃത്വം എന്ന് പറയുന്നത് ഏകമാണ്, വിശുദ്ധമാണ് എന്ന പഠിപ്പിക്കലുകളാണ് സഭകൾ പൂർണ്ണമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗത്തെ അല്ലെങ്കിൽ ഈ വിശ്വാസ പ്രമാണത്തെ 4ആയി ഒന്ന് വിഭജിച്ച് അതൊന്ന് കാണുവാനും മനസ്സിലാക്കുവാനും നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഈ വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടാവാണ്, അഥവാ സൃഷ്ടാവാം ദൈവത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അവസാന പുസ്തകമാകുന്ന വെളിപാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനുമാണ് എന്നാണ്. സകലത്തെയും സൃഷ്ടിക്കുകയും സകലത്തെയും പരിപാലിക്കുകയും സകലത്തെയും ഉണ്ടാക്കുകയും ചെയ്തവനായ ദൈവം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ മനുഷ്യ സൃഷ്ടി മുഴുവനും അതോടൊപ്പം തന്നെ പ്രകൃതിയും ജലവും ആകാശവും വിധാനവും എല്ലാം സൃഷ്ടിച്ചവനായ ദൈവത്തെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ സൃഷ്ടാവാണ്. അവൻ എന്തിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് പ്രധാനമായും വേണ്ടത്. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. നമ്മുടെയൊക്കെ ചിന്തകളിൽ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് എന്നൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവസങ്കല്പമില്ലാതെ പോകുന്ന ഒരു തലമുറയിൽ കൂടിയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, യുക്തിചിന്തയിൽ മാത്രം വിഹരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവം സൃഷ്ടാവാണെന്നും
അവൻ എങ്ങനെ സൃഷ്ടിച്ചു എന്നും അവൻ എന്തിനു വേണ്ടി ഇതിനെ സൃഷ്ടിച്ചു എന്നും നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സൃഷ്ടിയുടെ മൂല കാരണത്തെയും അതിൻ്റെ അന്തസത്തകളെയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയാണ് നമ്മൾ പലപ്പോഴും സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത്. ക്രിയേഷനെ പഠിക്കേണ്ടത് ക്രിയേറ്ററെ ഒഴിവാക്കിയല്ല, ക്രിയേറ്ററെ ചേർത്ത് നിർത്തിയാണ്. സൃഷ്ടാവിനെ ഓർത്ത് തന്നെയാണ് സൃഷ്ടിയെപ്പറ്റി പഠിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ സൃഷ്ടാവിനെ മാറ്റി നിർത്തിയാണ് സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത്. അതാണ് പ്രധാനമായും നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ആരാധനയുടെയും കാതലായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാനുള്ള സംഗതി എന്ന് പറയുന്നത്. സൃഷ്ടാവിനെ മാറ്റി നിർത്തി സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുവാനായി ശ്രമിക്കുമ്പോഴാണ്. ദൈവത്തെപ്പറ്റി പിതാക്കന്മാർ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവത്തെയും അറിയുന്ന സർവവ്യാപിയുമാണ് എന്ന്. ഒംനി പൊട്ടന്റ്, omniscient and omnipresent God. അതാണ് ദൈവത്തിന് കൊടുക്കുന്ന കൃത്യമായ വിവക്ഷണം അല്ലെങ്കിൽ വിവരണം. omnipotent, omniscient and omnipresent, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം. ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ദ ആർക്കെ അല്ലെങ്കിൽ പ്രിൻസിപ്യം എന്നൊക്കെയാണ് പിതാവാം ദൈവത്തെ വിളിക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂല കാരണം എന്നാണ് ദൈവത്തെ അവർ സൂചിപ്പിക്കുന്ന ഈ വാക്കുകൊണ്ട്, പ്രിൻസിപ്പിയം അല്ലെങ്കിൽ ആർക്കെ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂലമായ കാരണം, അത് സർവസൃഷ്ടിയായാലും സൃഷ്ടിയുടെ കാരണമായാലും എല്ലാത്തിൻ്റെയും മൂല കാരണമെന്ന് പറയുന്നത് സൃഷ്ടാവാം ദൈവമാണ്. ഇനി എന്താണ് ഒംനിപൊട്ടന്റ്, ഒംനീഷ്യന്റ്, ഒംനിപ്രസന്റ് എന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുമ്പോഴാണ് നമുക്ക് സൃഷ്ടാവാം ദൈവം എന്താണ് എന്ന് കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ തൻ്റെ ലേഖനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക, തൻ്റെ പ്രവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിന്റെ നീട്ടിയ ഭുജം കൊണ്ടും നിന്റെ മഹാശക്തി കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. നമുക്ക് പലപ്പോഴും ദൈവത്തെ നമ്മുടെ സാധ്യതകളെ പരിശോധിക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ സാധ്യക്കാരൻ അല്ലെങ്കിൽ ആവശ്യങ്ങളെ നടത്തിത്തരുന്നവനായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. എന്നാൽ ഇവിടെ യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ പറയുന്നു, തൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ഭൂമിയെയും ആകാശത്തെയും നിർമ്മിച്ചവനായ യഹോവ അല്ലെങ്കിൽ ദൈവം, ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതുകൊണ്ടാണ് അവനെ സർവശക്തൻ എന്ന് വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇസ്രായേൽ ജനത എന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം മിസ്രൈമിലെ അടിമത്തത്തിൽ കഷ്ടതയുടെയും വേദനയുടെയും നെടുവീർപ്പിൻ്റെയും നൊമ്പരത്തിൻ്റെയും കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും സമയത്തു കൂടി നടന്നു പോകുമ്പോൾ അവരുടെ നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധിയിൽ കേൾക്കുകയാണ്. ആ ദൈവസന്നിധിയിൽ അത് സ്വീകരിക്കപ്പെടുകയും അവർക്കു വേണ്ടി അവർ മുസ്ലിമീരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന യഹോവ. എന്തുകൊണ്ട് യഹോവയ്ക്ക് അവരെ കയ്യിലേറ്റിക്കൊണ്ട് ഇങ്ങിപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പോരായിരുന്നോ? നമ്മുടെയൊക്കെ ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്. എന്തിനെയാണ് 40 വർഷക്കാലം അവർ കഷ്ടതയുടെ മുനമ്പിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത്, വേദനയുടെയും നൊമ്പരത്തിൻ്റെയും അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് അവരിങ്ങേയറ്റത്തെത്തുവാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ സർവശക്തനായ ദൈവം തനിക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ്
ഇപ്രകാരം 40 വർഷത്തെ നീണ്ട ആ പരദേശവാസം അവർക്ക് സാധ്യമാക്കിയത്. 440 വർഷക്കാലം മിസ്രൈമിലെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ച ഒരു ജനസമൂഹം തങ്ങളുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ, തങ്ങളുടെ നൊമ്പരത്തിൻ്റെയും വിലാപത്തിൻ്റെയും സമയത്ത് ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനോട് നിലവിളിക്കുകയാണ്. സർവശക്തനായ യഹോവേ, നീ ഞങ്ങളെ കാണുന്നില്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റുപറയുമ്പോൾ ആദ്യത്തെ വാക്കും സർവശക്തിയുള്ള പിതാവാം ദൈവമേ എന്നുള്ളതാണ്. ഈ സർവശക്തനായ ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തി വെക്കുന്നത് എന്നുള്ളതും ഒരു ചോദ്യമാണ്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത അവരെ വീണ്ടെടുത്ത് രക്ഷിച്ച് അവരെ കൊണ്ടുപോകുന്ന വഴി, അവിടെ കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്, ലഭിക്കുന്ന ചില പരീക്ഷണങ്ങൾ. അതിനെ ഒന്ന് ഓവർകം ചെയ്യുവാൻ, അതിനെ ഒന്ന് മറികടക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കാതെ വരുമ്പോൾ, അവർ പിറുപിറുക്കലിൻ്റെ അവസ്ഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുൻപിൽ സർവശക്തനായ ദൈവം മന്നായായും വെട്ടുക്കിളിയായും പാറയിൽ നിന്ന് പുറപ്പെടുന്ന ജലമായും മധുരമുള്ള കയ്പ് ജലത്തെ മധുരജലമാക്കി മാറ്റുന്ന യഹോവയായും അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മുടെ ആവശ്യം അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കണം, നമ്മുടെയൊക്കെ വഴിയിൽ ദൈവം ഇങ്ങനെ മുൻപോട്ട് നടക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവം നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തരുന്നുണ്ട്, ഈ പരീക്ഷണങ്ങൾ സർവശക്തനായ ദൈവത്തിന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയാൽ പോരെ? എന്തിനാ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് തരുന്നത്, പ്രയാസങ്ങളൊക്കെ നമുക്ക് തരുന്നത്? നമ്മുടെ ചോദ്യങ്ങൾ അതാണ്. അവിടെയാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്, അവന് അസാധ്യമായത് ഒന്നുമില്ല, അവൻ സർവശക്തനായ പൂർണ്ണനായ ദൈവമാണ്. അസാധ്യമായതിനെയൊക്കെയും സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കുമെന്നുള്ളത് മന്ന കൊടുത്തപ്പോൾ പോലും ഇസ്രായേൽ ജനം മനസ്സിലാക്കിയില്ല. വെട്ടുക്കിളിയെ ഇറച്ചിക്കലത്തിന്റെ കീഴിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ വെട്ടുക്കിളിയെ കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. ദാഹം മാറ്റുവാൻ വെള്ളമില്ല എന്ന് പറയുമ്പോൾ വെള്ളം കൊടുക്കുന്ന ദൈവത്തെ കണ്ടിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല ഇവൻ അസാധ്യതയെ സാധ്യമാക്കുന്ന സർവശക്തനാണ് എന്ന്. പിന്നിൽ ഓടി വന്ന കുതിരപ്പട്ടാളത്തെയും ഫറവോന്റെ സൈന്യത്തെയും മറികടക്കുവാൻ തക്കവണ്ണം കേവലം ഒരു നീട്ടിപ്പിടിച്ച വടി മാത്രമേ മോശയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ചെങ്കടലിനെ വിഭാഗിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായിരുന്നു. കാരണം അത് അവന് നൽകിയത്, അത് അടയാളമായി നൽകിയത് ഈ സർവശക്തനായ ദൈവമാണ്. അപ്രകാരം അസാധ്യതയെ ഒരിക്കലും വിഭജിക്കുവാൻ സാധിക്കാത്ത ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല സർവശക്തനായ ദൈവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് ജീവിതത്തിൻ്റെ പല പല മേഖലകളിൽ ജീവിക്കുമ്പോൾ, പല പല സങ്കടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ചോദിക്കുന്നതും അസാധ്യതയെ സാധ്യമാക്കുന്ന ദൈവം എവിടെയെന്നാണ്. ഒരിക്കൽ പോലും അവൻ്റെ സാധ്യതകൾക്ക് അനുരൂപമാകുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകാത്തതാണ് പ്രധാനമായ പ്രശ്നം. അതുകൊണ്ടാണ് അന്നും പിതാക്കന്മാർ ഇത് ആദ്യമേ എഴുതി വച്ചത്, ദൈവം സർവശക്തനാണ് എന്നുള്ളത്. The God is omnipotent. അവൻ സർവശക്തനാണ്. നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ, നമ്മുടെ സാധ്യതകളെ വിപുലമാക്കുവാൻ, അസാധ്യമായവയെ സാധ്യമാക്കി തരുവാൻ തക്കവണ്ണം അവൻ പ്രബലനാണ്, അവൻ ശക്തനാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുകയാണ്. ഇവിടെ 40 സംവത്സരം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നിന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്, കുണുക്കു പറിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. ഈ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ മുൻപിൽ ഇന്ന് കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്, അസാധ്യതകളെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന്. യിരെമ്യാ പ്രവാചകൻ നമ്മോട് പറയുന്നു, നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം. നീട്ടിയ ഭുജം കൊണ്ട്
തൻ്റെ മഹാശക്തി കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾ പ്രകാരമാണ്. വിശ്വാസ പ്രമാണം നമ്മുടെ ആരാധനകളിലൊക്കെയും നമ്മൾ ചൊല്ലാറുണ്ട്. നമ്മൾ ആദ്യം പറയുന്ന വാക്യം വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് ഫാദർ ഓൾമൈറ്റി എന്ന് പറയുമ്പോൾ, സർവശക്തനായ ദൈവമേ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ ദൈവത്തിൽ എത്രമാത്രം നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കണം പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രമേ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിച്ച പിതാക്കന്മാർക്കെങ്കിലും അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ വിശ്വാസം നമ്മെ ബോധ്യപ്പെടുത്തിയ ആ 318 പിതാക്കന്മാർ ജീവിച്ചിരുന്നു എന്നുള്ളതിനും തെളിവുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കേവലം ചടങ്ങ് പോലെ നാവിൽ നിന്നുതിരുന്ന ഒരു വാർത്തയായി മാത്രം ഇത് മാറും. കുറേ കാലം കഴിയുമ്പോൾ ആരാണ് ദൈവം, ഈ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്, ഹൂ ഇസ് ദാറ്റ് ഗോഡ് എന്ന് ചോദിക്കുന്ന കാലം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അവിടെ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് സർവശക്തനായ എൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. പിന്നീട് കാണുന്നതാണ് ഒംനീഷ്യൻ ഗോഡ്, സർവജ്ഞാനിയായ ദൈവം, എന്തിനേയും അറിയുന്ന ദൈവം, എന്തിനെക്കുറിച്ചും അറിവുള്ള ദൈവം. അതാണ് സർവജ്ഞാനിയായ ദൈവം. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളൊക്കെ എല്ലാം അറിയുന്നവരാണെന്നല്ലേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, തന്നെക്കുറിച്ച് തന്നെ എല്ലാം അറിവുള്ളവനെന്ന് ബോധ്യമുള്ളവന് അയ്യോ കഷ്ടമെന്നാ. നമ്മളൊക്കെ പറയും നമുക്കെല്ലാം അറിവുള്ളവരാ. എന്തിനെക്കുറിച്ചും, ഭൂമിക്ക് താഴെ സൂര്യന് താഴെ ഭൂമിയിലുള്ള സകലത്തിനെക്കുറിച്ചും, സൂര്യന് മേളിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും സംസാരിക്കുവാൻ ഒരു മടിയുമില്ലാത്തവരാ നമ്മൾ. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമുക്കെന്തറിയാം? പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് ഹീസ് ഒംനീഷ്യൻ ഗോഡ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. സങ്കീർത്തനം 139 1 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് പറയുന്നുണ്ട്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചതാണ്. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും എൻ്റെ വഴികളും എൻ്റെ ആലോചനകളും ഒക്കെ നിനക്കറിയാം. എങ്ങനെയാണതറിയാൻ സാധിക്കുക? അതുതന്നെയാണ് സൃഷ്ടാവാം ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ വെറുതെ എഴുതിയതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളെക്കുറിച്ചും കൃത്യമായി ദൈവത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാലിക്കൂട്ടത്തെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു വെറും ബാലനായിരുന്ന ദാവീദിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി വെക്കുകയും അവനെ അനുഗ്രഹിക്കുകയും അവന്റെ തലമുറകളെ അനുഗ്രഹിക്കുകയും ചെയ്ത യഹോവയ്ക്ക് വേണമെങ്കിൽ അവന്റെ തെറ്റുകളെയും ചെയ്യാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കാമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിനെയും ഹൃദയത്തെയും അവൻ അറിഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ്. എന്തിനേയും അറിയുവാൻ തക്കവണ്ണം ജ്ഞാനിയായ ദൈവം, സർവജ്ഞാനിയായ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും എൻ്റെ ബോധ്യങ്ങളും എൻ്റെ വിചാരങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ ആലോചനകളും ഒക്കെ അവൻ അറിയുന്നവനാണ്, അവൻ മനസ്സിലാക്കുന്നവനാണ്. വീണ്ടും പറയാം, ഒംനീഷ്യൻ ഗോഡ്, സർവജ്ഞനായ ദൈവം. സദൃശ്യവാക്യം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, നമ്മൾ ആകാത്തവരാണോ നല്ലവരാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മൾ ആകാത്തവരാണെങ്കിലും നല്ലവരാണെങ്കിലും നമ്മളെ നോക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം സർവജ്ഞാനിയാണ്. നിന്റെയും എൻ്റെയും ഉള്ളറകളെയും ഉള്ളിലെ ചിന്തകളെയും അറിയുന്ന ഒരു യഹോവ. അത്രമാത്രം മനുഷ്യനെ അറിയുവാനും അവന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുവാനും അവന്റെ ചിന്തയുടെ ബഹിർസ്ഫുരണങ്ങളെ മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധ്യമാകുന്ന സൃഷ്ടാവാം ദൈവം. അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ തെറ്റുമില്ല. സദൃശവാക്യം പറയുന്നത് പോലെ ആകാത്തവരെയും നല്ലവരെയും തിരിച്ചറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, ദൈവം അറിയാതെ നമുക്കെല്ലാം സാധ്യമാണ്. എന്ത് തെറ്റ് ചെയ്താലും ദൈവസന്നിധിയിൽ അറിയപ്പെടുകയില്ല എന്നൊരു ചിന്തയുണ്ട്. ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ വിചാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം CCTV ക്യാമറകളുണ്ട്. ഇവിടെയും ലൈവ് റെക്കോർഡിംഗ് നടക്കുകയാണ്, എനിക്കറിയാം. എന്നാൽ CCTV ക്യാമറകൾ നമ്മളെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നതിനേക്കാൾ ഭംഗിയായി ദൈവം നമ്മളെ ഒപ്പിയെടുക്കുന്നുണ്ട്. ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെ അറിയുന്നവനായ സർവജ്ഞാനിയായ ആ ദൈവം നമ്മുടെ തലയിലെ മുടിനാരിഴ പോലും താഴെ വീണു പോകുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവൻ അറിയാതെയാണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവൻ അറിഞ്ഞിട്ട് നമുക്കൊരു ദോഷവും സംഭവിക്കാതിരിക്കുവാൻ അവൻ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിയുന്നവനായ ദൈവത്തെ കുറിച്ച് നമുക്ക് വല്ല ബോധവുമുണ്ടോ? എല്ലാം അറിയുന്നവനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? നമ്മുടെയൊക്കെ ചിന്ത അവൻ ഒന്നിനെക്കുറിച്ചും ബോധേടല്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവം ഇതൊന്നും അറിയത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ മുൻപിൽ പോയി ഒരു ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. നീ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലതായാലും തീയതായാലും നല്ലതായാലും മോശമായാലും ഏത് കാര്യമായിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് അവൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നവനാ. ദ ഗോഡ് ഈസ് ഒംനീഷ്യന്റ്. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. മൂന്നാമതായി ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഒംനി പ്രസന്റ് ഗോഡ്, സർവവ്യാപിയായ ദൈവം. 3-4 പേര് കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സർവവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും എവിടെയും ഇരിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വീണ്ടും യിരെമ്യാ പ്രവാചകൻ 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്കൊരു വിചാരമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുഴുവനും നമ്മുടെ വിചാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ പറയുന്നു, നമുക്കൊരു വിചാരമുണ്ട്, സർവജ്ഞാനിയായ ദൈവവും സർവശക്തനായ ദൈവവും കഴിഞ്ഞിട്ട് ഒന്നുമില്ല എന്ന്. പക്ഷേ സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല. നമ്മുടെ ചിന്തയിൽ വ്യാപനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടത് കോവിഡ് കാലത്താണ്, അല്ലേ? കോവിഡ് വ്യാപിക്കുന്നു, കോവിഡ് വ്യാപനം അതിരൂക്ഷം, ഇങ്ങനെയൊക്കെയുള്ള വ്യാപനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു, അയ്യോ പേടിച്ചകത്ത് കയറിയിരിക്കുമായിരുന്നു. പക്ഷേ സർവവ്യാപിയായെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? എല്ലായിടത്തും കാണുന്ന ദൈവത്തെക്കുറിച്ച്, എല്ലായിടത്തും ഉള്ളവനായ ആ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നിന്ന് ഒരല്പം സംസാരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ മറ്റൊരുവൻ്റെ കുറ്റം ഏറ്റുപറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ സംസാരഗതികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ? അവൻ സർവവ്യാപിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സർവ്വവ്യാപിയായ ദൈവം വീട്ടിലുമുണ്ടല്ലോ, അതുകൊണ്ട് പള്ളി പോകണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ദൈവം സർവ്വവ്യാപിയാണല്ലോ, വീട്ടിലിരുന്നാലും ദൈവവുമായുള്ള പ്രസൻസ് നമുക്കുണ്ടല്ലോ. 10ാം ക്ലാസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു അച്ഛനോട് പറയുകയായിരുന്നു, എന്തിനാ അച്ഛാ പള്ളിയിൽ പോകുന്നത്? ചോദ്യമാണ്. ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ. അവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും. സർവവ്യാപിയായ ദൈവം, സർവത്തെയും നിയന്ത്രിക്കുന്നവനായ സൃഷ്ടാവാം ദൈവം നിന്നെ അറിയുന്നുണ്ട്, നീ ആ ദൈവത്തെ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്.
അവൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്നോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അവൻ നമ്മിൽ ഉണ്ട് എന്നുള്ള ബോധ്യം, അപ്പുറത്ത് നിൽക്കുന്നവനിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവുമാണ് നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ശബരിമലയുടെ പടികൾ കയറി ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വാക്യം തത്വമസി എന്ന, നീ തന്നെ. സർവവ്യാപിയായ ദൈവം ഇത്രയും പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ നമ്മളോടും സംസാരിക്കുന്നതും നീ തന്നെ എന്ന. ആരാധനയിൽ വന്നു ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമെന്ന് പുരോഹിതൻ ആശംസിക്കുന്നതും അതുകൊണ്ടാ. കാരണം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ആ ദൈവം നിന്നിലുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അത്രമാത്രം ഒംനി പ്രസന്റ് ആയിരിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സൃഷ്ടാവാം ദൈവം, ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ബോധ്യത്തെ നമുക്ക് പകർന്നു തരുന്ന ആ വലിയവനായ ദൈവം, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ആ ദൈവം, ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതും ആരാധിക്കേണ്ടതും. പ്രിയമുള്ളവരെ, പിതാക്കന്മാര് വെറുതെ നമ്മുടെ മുൻപിൽ എഴുതി വെച്ച വാക്കുകളല്ല, പിതാക്കന്മാര് നമ്മുടെ മുൻപിൽ വെറുതെ എഴുതി വെച്ച വാക്യങ്ങളുമല്ല, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം അത്രമാത്രം തീവ്രതയുള്ള പദങ്ങൾ കൊണ്ട് തന്നെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. സർവശക്തിയുള്ള പിതാവാം ദൈവമെന്ന്. രണ്ടാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടെടുപ്പുകാരനായ ദൈവം. പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള നാല് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തേത് സൃഷ്ടാവാം ദൈവമാണെങ്കിൽ രണ്ടാമത്തേത് വീണ്ടെടുപ്പുകാരനായ ദൈവം എന്നുള്ള പദമാണ്. ദ റിഡീമർ, ദ ഗോഡ് ഈസ് ദ റിഡീമർ. അവൻ വീണ്ടെടുപ്പുകാരനാണ്. വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ള വീണ്ടെടുപ്പുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് യഹോവയാം ദൈവം വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ തേടി വരുന്ന, നഷ്ടപ്പെട്ടതിനെ തേടി വന്ന് കണ്ടെത്തി അതിനെ തിരികെ ചേർക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനായ ബോവസിനെ കുറിച്ച് നവോമി മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ബോവസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 തരത്തിൽ ഈ വീണ്ടെടുപ്പുകാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ജീവിതം കൊടുക്കുന്നവനും, 2 ജീവൻ കൊടുക്കുന്നവനുമായ ദൈവം. നഷ്ടപ്പെട്ടു പോയ ജീവനെ തിരികെ നേടിയെടുക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും അപ്രകാരമായിരുന്നല്ലോ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും അപ്രകാരമായിരുന്നല്ലോ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് അവനെ വീണ്ടെടുക്കുന്നവനായ യഹോവ. ഹരാനിൽ പാർത്തിരുന്ന ഒരു മനുഷ്യൻ, അവൻ തൻ്റെ വിശ്വാസത്തെയും അവൻ്റെ നാടിനെയും അവൻ്റെ ദേശത്തെയും അവൻ്റെ പിതൃഭവനത്തെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു യാത്ര പുറപ്പെടുകയാണ്. അവൻ വിശ്വസിച്ചതായ ദൈവം അവനെ വീണ്ടെടുക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ തലമുറകൾക്ക് വേണ്ടി യാത്ര ചെയ്യുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ആ അബ്രഹാം വീണ്ടെടുപ്പുകാരനായ ദൈവത്തിലാണ് പൂർണ്ണമായി വിശ്വസിച്ചത്. അതുകൊണ്ടാണല്ലോ ധൈര്യസമേതം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ പോലും ഒരു മടിയും കൂടാതെ അവനെയും കൊണ്ട് പർവ്വതമുകളിലേക്ക് കയറിപ്പോയത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ പറയായിരുന്നു, ആകെ ഒന്നേ ഉള്ളൂ, അതിനെ തരാനായിട്ട് സാധിക്കുകയില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. മൺമറഞ്ഞുപോയ പിതാക്കന്മാരും നമ്മളോട് പറഞ്ഞു തന്നതും നമ്മളെ മനസ്സിലാക്കി തന്നതും നമ്മളെ പഠിപ്പിച്ചു തന്നതും അതുതന്നെയാണ്. നമ്മുടെ ദൈവം വീണ്ടെടുപ്പുകാരനായ റെഡീമറാണ്, നമ്മുടെ ഗോഡ് എന്നുള്ളത് ആ ഒരു പൂർണ്ണ വിശ്വാസമാണ് നമ്മെ പഠിപ്പിച്ചു തന്നത്. വീണ്ടെടുപ്പുകാരനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 41-ാം അധ്യായം 14-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ
ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. തുടക്കത്തിൽ 2 പേരുകളാണ് വിളിക്കുന്നത്, പുഴുവായ യാക്കോബും ഇസ്രായേൽ പരീക്ഷയും. നിന്നെ വീണ്ടെടുക്കുന്നവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണെന്ന് കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുവാനായിട്ട് സാധിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയവനെ തേടി കണ്ടെത്തുന്ന ഒരു യഹോവ. അതുകൊണ്ടാണല്ലോ 100 ആടുണ്ടായിട്ടും 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോകുവാൻ തക്കവണ്ണം ദൈവം മനസ്സാകുന്നത്. അതുകൊണ്ടാണല്ലോ വഴിയിൽ വീണ് കിടന്നവനെ ചേർത്തണച്ചുകൊണ്ട് നല്ല ശമരിയാക്കാരനാകുവാൻ അവന് സാധിച്ചത്. കാരണം വീണ്ടെടുക്കുന്നവനായ യഹോവ, വീണ്ടെടുക്കുന്നവനായ ദൈവം എന്ന ബോധ്യം നമുക്ക് പകർന്നു കിട്ടേണ്ടത് ആവശ്യമാണ്. ഇവിടെ നിന്റെ വീണ്ടെടുപ്പുകാരൻ പരിശുദ്ധനാണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 14 വാക്യത്തിൽ നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ നഷ്ടപ്പെടുവാനല്ല നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മെ വീണ്ടെടുത്ത ദൈവമാരാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പോലെ കേവലം തള്ളിക്കളയുന്ന ഒരു പദമായി അത് മാറിപ്പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട്, വീണ്ടെടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കുകയുള്ളൂ. ആ വീണ്ടെടുപ്പിനൊരു അവസരം കൊടുക്കണമെങ്കിൽ എനിക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടാകണം. ദൈവത്തോടൊരു നിരന്തരമായ ബന്ധമുണ്ടാകുമ്പോഴേ എന്നെ അവൻ കാണുകയുള്ളൂ. ജീവിതം നൽകുന്ന വീണ്ടെടുപ്പുകാരനെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രൂത്ത് പലപ്പോഴായി ബോവസിന്റെ കളത്തറയിൽ പോയി കറ്റ കെട്ടുവാനും കാലാപറക്കുവാനും ചെന്നു ചേരുമ്പോൾ ഇവൾ ആരാണെന്ന് ബോവസ് പല പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഇവൾ ആരാ? അപ്പോഴാണ് പറയുന്നത്, നിന്റെ ചാർച്ചക്കാരനായ ഇന്നാരുടെ മകളായ ഇന്നാരാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായി ബോവസ് മനസ്സിലാക്കുന്നു. പക്ഷേ കണ്ണിന് മുൻപിൽ കണ്ടില്ലായിരുന്നെങ്കിലോ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുമോ? വീണ്ടെടുക്കപ്പെടുവാനായിട്ട് സാധിക്കുമോ? നഷ്ടപ്പെട്ടു പോയ ജീവിതവും ജീവനവും തിരികെ നേടുവാൻ തക്കവണ്ണം അമ്മാവിയമ്മയായ നവോമി മരുമകളായ രൂത്തിനെ പ്രേരിപ്പിച്ച് ബോവസിന്റെ കളത്തറയിലേക്ക് കടത്തിവിടുകയാണ്. അത് പലതരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ കണ്ണിൽ പെട്ടെങ്കിൽ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാവുകയുള്ളൂ. ദൈവം നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ നമുക്കൂടെ ഒരു വിചാരം വേണം, എന്നെ കാണേണ്ടവൻ എന്നെ കാണണമെന്ന്, അല്ലേ? ഹെൽമറ്റ് വെക്കാതെ പോയാൽ സർക്കാരിൻ്റെ ക്യാമറ നമ്മളെ പിടിക്കും. AI ക്യാമറ പിടിച്ചോട്ടെ എന്ന് വെച്ച് ആരെങ്കിലും ഹെൽമറ്റ് വെക്കാതെ ക്യാമറയുടെ മുന്നിൽ കൂടെ പോവൂ? അതാണ് പ്രശ്നം. നമുക്ക് ദൈവം നമ്മളെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ മുൻപിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയുള്ളൂ, സാധിക്കുകയുള്ളൂ, സാധ്യമാവുകയുള്ളൂ. അപ്രകാരം ആ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ, അവൻ്റെ മുൻപിലൊന്ന് വീണ്ടെടുക്കപ്പെടുവാനായി ചെന്നു ചേരുവാനുള്ള അവസരമായി ഇപ്പം നോമ്പുകാലമാണല്ലോ, ഇതിനെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം പ്രിയമുള്ളവരെ. സൃഷ്ടാവാം ദൈവം, അതിനുശേഷം വീണ്ടെടുപ്പുകാരനായ ദൈവം, മൂന്നാമതായി മനസ്സലിവുള്ള ദൈവം. പിതാവാം ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഒരു വാക്കാണ് മനസ്സലിവുള്ള ദൈവം. എന്താണ് മനസ്സലിവുള്ള ദൈവം? സങ്കീർത്തനക്കാരൻ 145 സങ്കീർത്തനം 8 വാക്യത്തിൽ എഴുതി വെക്കുന്നു, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാണ്. നമ്മളൊക്കെ മുതലെടുക്കുന്നതും ആ ഒരു വാക്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് പാപം ചെയ്താലും, എന്ത് കുറവ് വന്നാലും നമ്മൾ ആദ്യം പിടിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് 145 സങ്കീർത്തനമാണ്. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവം. പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ പൂർത്തീകരണത്തിലേക്കും എത്തിയല്ലോ. കാരണം എന്ത് തെറ്റ് ചെയ്താലും അവൻ ക്ഷമിച്ചോളും, വീണ്ടും ചെയ്താലും അവൻ ക്ഷമിച്ചോളും, പിന്നെയും ചെയ്താലോ അവൻ ക്ഷമിക്കും, അല്ലാതെ അവന് വേറെ മാർഗമില്ലല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ കഴിഞ്ഞ വർഷത്തേതാണ് എന്ന് ഞാൻ ഓർക്കുന്നു, എഴുതി വെച്ചു, ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്, ക്ഷമ ചോദിക്കുവാൻ നമുക്ക് മടിയുമുണ്ട്. ക്ഷമിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്, ക്ഷമ ചോദിക്കുവാൻ നമുക്ക് മടിയുമുണ്ട്. ആ മടി എന്ന് മാറുന്നുവോ അന്നാണ് യഹോവ
മനസ്സലിവുള്ള ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, കരുണയും കൃപയും നിറഞ്ഞവനായ ദൈവമേ. ബഹുമാനപ്പെട്ട റൂണോ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു, കരുണയും കൃപയും ഉള്ളവനായ ദൈവമേ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എത്രമാത്രം ആ കരുണയും കൃപയും പ്രാപിക്കുവാൻ, ആ കൃപയും കരുണയും സ്വീകരിക്കുവാൻ തയ്യാറുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യത്തിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ ക്ഷമിക്കുവാൻ തക്കവണ്ണം മനസ്സലിവുള്ളവനായ ആ ദൈവം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ്, ഒരു അബദ്ധം, ഒരു പാപം ചെയ്തു കഴിഞ്ഞിട്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിർമ്മലമായൊരു ഹൃദയവും സ്ഥിരമായൊരു ആത്മാവിനും വേണ്ടി. നിർമ്മലമായൊരു ഹൃദയവും സ്ഥിരമായൊരു ആത്മാവിനും വേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇയ്യോബ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുറവുകൾ ഒന്ന് പരിഹരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ പ്രാർത്ഥനയുണ്ടാകുന്നുണ്ട്. തെറ്റുകൾ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി കരയുമ്പോഴാണ് പ്രിയമുള്ളവരെ അവൻ മനസ്സലിവുള്ള ദൈവമായി മാറുന്നത്. അതുവരെ അല്ലെങ്കിൽ അവൻ മനസ്സലിവുള്ള ദൈവമാണെങ്കിൽ പോലും മനസ്സലിവ് കാണിക്കാൻ വിമുഖത കാണിച്ചെന്നിരിക്കും. ക്ഷമ ചോദിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ നമുക്ക് ക്ഷമ ചോദിക്കുവാൻ മനസ്സുണ്ടാവുകയില്ല. ക്ഷമിക്കാൻ ദൈവത്തിന് മനസ്സുണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അയ്യോ യഹോവേ, ഞാൻ അരിഷ്ടനായൊരു മനുഷ്യനെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നില്ല. യെശയ്യാവ് പറഞ്ഞത് ഞാൻ അരിഷ്ടനായൊരു മനുഷ്യനെന്നാ. എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകളൊക്കെ ഒന്ന് പറയുവാനായിട്ട് അവൻ സാധിക്കുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശ പറയുന്നവരുണ്ട്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാ. കുറവുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോഴാണ് അവനെ എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം തയ്യാറാകുന്നത്. ആദമേ ആദമേ നീ എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സൃഷ്ടി ദൈവത്തോട് മറുതലിക്കുന്നത്, നീ എനിക്ക് തന്ന കൂട്ടുകാരി എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഭക്ഷിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുവാനല്ല, പകരം വീണ്ടും ആ കുറ്റം അവൻ്റെ മേളിലേക്ക് ചാരിവെക്കുവാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഞാനും നിങ്ങളും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ചെയ്യുന്ന അതേ പാപം തന്നെ, ഞാനും നിങ്ങളും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അതേ രീതി തന്നെയാണ് ആദമും അന്ന് അവലംബിച്ചത്. അവൻ പറയുകയാണ്, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ കൊണ്ടു തന്നു, ഞാൻ തിന്നു. ആദമേ ആദമേ നീ എവിടെയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തവും വളരെ ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതുമായിരിക്കുമ്പോൾ അവൻ്റെ മറുപടി, യഹോവേ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നല്ല, എൻ്റെ കുറവ് ഒന്ന് മനസ്സിലാക്കണമെന്നല്ല, നീ എന്നോട് കരുണ ചെയ്യണമെന്നല്ല, പകരം നീയാണ് തെറ്റുകാരൻ. കാരണം നീ സ്ത്രീയെ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഞാൻ അവളിൽ നിന്ന് പഴം വാങ്ങിച്ച് കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ആ ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നല്ലോ, നീ പറഞ്ഞത് അനുസരിക്കുമായിരുന്നല്ലോ എന്നൊരു ചിന്തയാണ് ആദമിന് ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സലിവുള്ള ദൈവത്തെ കേട്ടറിവേ ഉള്ളൂ. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് കേട്ടറിവേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ പോലും അവൻ്റെ ആ ഒരു ദീർഘക്ഷമയെ പരിശോധിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല. പിതാക്കന്മാർ എഴുതി വെച്ചു, നീതിമാനായ ദൈവം, സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, അതാണ് മനസ്സലിവുള്ളവനായ ദൈവം. യഹോവ നീതിമാനാണ്, അവൻ സ്നേഹവാനാണ്, അതോടൊപ്പം തന്നെ അവൻ കരുണാമയനാണ്. അങ്ങനെയാണ് അവൻ മനസ്സലിവുള്ളവനായ ദൈവമാകുന്നത്. നീതിമാനായ ദൈവം പാപിയെയും നല്ലവനെയും ചേർത്ത് നിർത്തി അവരുടെ രണ്ടുപേരുടെയും കുറവുകളെയും ബലഹീനതകളെയും പരിഹരിക്കുവാൻ മടിയില്ലാത്തവനും അവരുടെ കുറവുകളെയും ബലഹീനതകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ ഒന്നിച്ചൊന്ന് കൊണ്ടുപോകുവാൻ മടിയില്ലാത്തവനാണ്. പക്ഷേ നമുക്ക്
ആ നീതിയിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലുന്നത്, നിൻ്റെ നീതിയിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, നിൻ്റെ നീതിയിൽ ഞങ്ങളെ ന്യായം വിധിക്കരുതേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ നീതി അനുസരിച്ച് ന്യായം വിധിച്ചാൽ വലതുഭാഗത്തുള്ളവരോട് പറയുന്ന ആ സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ശപിക്കപ്പെട്ടവരെ എൻ്റെ അടുക്കൽ നിന്ന് പോകുവീൻ എന്ന് പറയുന്ന ആ വലിയ കഠോരമായ ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദൈവം നീതിമാനാണ്. പക്ഷേ അവൻ നീതിയോടെ വിധിച്ചാൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാം. അതുകൊണ്ടാണ് പിതാക്കന്മാർ അതിനോട് ചേർത്ത് വെക്കുന്നത്, അവൻ സ്നേഹമുള്ളവനായ ദൈവമാണ്. പിതാവാം ദൈവം സ്നേഹവാനായ ദൈവമാണ്. അല്ലെങ്കിൽ 40 സംവത്സരം അവനെ പരീക്ഷിച്ചത് ഇവന്മാരുടെ കൂടെയുള്ള ജീവിതം മതി എന്ന് പറഞ്ഞ് അവരെ അവിടെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. പക്ഷേ 40 വർഷക്കാലം ഞാൻ കൊണ്ടുവന്ന എൻ്റെ ജനതയാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവരെ ചേർത്ത് നിർത്തുവാനായിട്ട് അവൻ പരിശ്രമിക്കേണ്ടത് അവൻ സ്നേഹവാനായ ദൈവമായതുകൊണ്ടാണ്. 10 കൽപ്പനകളാകുന്ന കൽപ്പനകളെ മോശയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പോലും നിനക്ക് അന്യദൈവം ഉണ്ടാകരുതെന്ന് ഒന്നാമത് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അന്യദൈവത്തിൻ്റെ മുൻപിൽ സന്തോഷത്തോടു കൂടി തപ്പും കിന്നരവും നൃത്തവും വാദ്യവും മേളവുമായി ഒരുമിച്ച് കൂടുന്ന ഒരു സമൂഹത്തെയാണ് മോശ കാണുന്നത്. വീണ്ടും അവൻ സ്നേഹവാനായ ദൈവമാവുകയാണ്. തല്ലിപ്പൊട്ടിച്ച കൽപ്പലകൾക്ക് പകരമായി വീണ്ടും കൽപ്പലകളെ എഴുതി നൽകുകയാണ്. കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവിടെ അവരൊരു സമൂഹമായി മാറുകയാണ്. 12 ഗോത്രങ്ങളായി അവരെ വിഭജിച്ച് അവർക്ക് വേണ്ടതായ അവകാശങ്ങളെയും അവർക്ക് വേണ്ടതായ അടിസ്ഥാനങ്ങളെയും നൽകുകയാണ്. പിന്നെ എങ്ങനെയാണ് അവൻ സ്നേഹമില്ലാത്തവനായ ദൈവമാകുന്നത്? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് അനുരൂപമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു മടിയുമില്ലാത്ത ദൈവം എങ്ങനെയാണ് കരുണയില്ലാത്ത ദൈവമായി മാറുന്നത്? തങ്ങളെ ഭരിക്കുവാൻ തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് യഹോവയാം ദൈവത്തിൻ്റെ മുൻപിൽ പറയുമ്പോൾ ഞാൻ അവരെ ഭരിക്കാതിരിക്കുവാൻ തക്കവണ്ണമാണ് ഇത് ആവശ്യപ്പെടുന്നതെങ്കിലും അവർക്കത് ചെയ്തു കൊടുക്കുക എന്നാണ് ശമൂവേലിനോട് ദൈവം അരുളി ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അവൻ കരുണയില്ലാത്ത ദൈവമായി തീരുന്നത്? എങ്ങനെയാണ് അവൻ മനസ്സലിവില്ലാത്ത ദൈവമായി തീരുന്നത്? എങ്ങനെയാണ് അവൻ നീതിമാനല്ലാത്ത ദൈവമായി തീരുന്നത്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, സൃഷ്ടാവാം ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, അവൻ മനസ്സലിവുള്ളവനാണ്. നീതിയോടെ വിധിച്ചാൽ നമുക്കാർക്കും ആ നീതിക്ക് അനുസൃതമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അതിനോട് ചേർത്ത് വെക്കുന്നതാണ് കരുണയുള്ളവനും സ്നേഹവാനുമായ ആ ദൈവമെന്ന് ബോധ്യം നമുക്ക് പകർന്നു നൽകുന്നത്. നാലാമതായി ഈ ദൈവത്തെ, പിതാവാം ദൈവത്തെ നാലാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിത്യനായ മാറ്റമില്ലാത്ത ദൈവമായിട്ടാണ്. നമുക്ക് ആ ദൈവത്തെ നിത്യനായ ഇറ്റേണൽ ഗോഡ് എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. ഇറ്റേണൽ ഗോഡ്, നിത്യമാനായ ദൈവം. അവൻ ആദിയും അന്തവും ആൽഫയും ഒമേഗയും എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ ആദിയും അന്തവും എന്നാണ് അവനെ പറയുന്നത്. അവനിൽ തുടങ്ങി അവനിൽ അവസാനിക്കുന്ന ആ ഒരു ജീവിത ചക്രം, ദ പ്രിൻസിപ്പിയം, ദ ഒറിജിൻ, ദ ഇറ്റേണൽ ലൈഫ്, ദ എൻഡ്, എല്ലാം അവനിൽ തന്നെ. ആ പിതാവാം ദൈവത്തിലാണ് ആരംഭവും അവസാനവുമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നിത്യനായ മാറ്റമില്ലാത്ത ദൈവം, ദ അൺചേഞ്ചിങ് ഗോഡ് എന്നാണ് പിതാക്കന്മാർ അവനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്, ദൈവത്തിൻ്റെ അരുളപ്പാടിന് മാത്രമേ മാറ്റമില്ലാത്തത് ഉള്ളൂ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമുക്കൊക്കെ ചില വാക്കുകളുണ്ട്, അതൊക്കെ പലപ്പോഴും നമ്മൾ മാറ്റിമറിക്കുവാൻ ഒരു മടിയുമില്ലാത്തവരാണ്. നമ്മുടെ വാക്കുകൾ വ്യത്യസ്തങ്ങളായി തീരുന്നത് നമുക്ക് നിലപാടുകളില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തിന് ഒരു നിലപാടേ ഉള്ളൂ. അവൻ അൺചേഞ്ചിങ് ആയിട്ടുള്ള ദൈവമാണ്, മാറ്റമില്ലാത്തവനായ നിത്യനായ ദൈവമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം. കാരണം
ആ തുടക്കം നമ്മൾ കണ്ടിട്ടില്ല, ഒടുക്കവും നമ്മൾ കാണാനായിട്ട് പോകുന്നില്ല. കാരണം അതിൻ്റെ ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെയുള്ള ജീവിതമാണ് എൻ്റെയും നിങ്ങളുടേതും. പക്ഷേ ഭൂമി ഉണ്ടാകുന്നതിനും ഭൂമണ്ഡലം നിയമിക്കപ്പെടുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്നു. ഇതിനി അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞും അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവൻ ആദ്യനും അന്ത്യനുമാണ്. നമ്മൾ ആവേശത്തോടെ കൂടെ പാടും, അവൻ ആദ്യനും അന്ത്യനും എന്നൊക്കെ പാടും. പക്ഷേ അവനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്നുള്ള ബോധ്യം നമുക്ക് ഇല്ലാതെ പോകുന്നത് എന്താണ് പ്രിയമുള്ളവരെ? മോശ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടിട്ട് അടുത്തേക്ക് ചെന്നപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നെ ആരയച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ മറുപടി പറയേണ്ടതെന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിന് മറ്റൊരു ഉത്തരമില്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിന്നെ അയച്ചത് ദൈവമാണ്. അതിന് വേറൊരു മാറ്റ വർത്തമാനങ്ങളൊന്നുമില്ല, അതിനൊരു ചേഞ്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നുമില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ വഴികാട്ടുന്നവൻ വിശ്വസ്തനാണ്, നിന്നെ നടത്തുന്നവൻ വിശ്വസ്തനാണ്. അവൻ്റെ വാക്കിന് വ്യത്യസ്തങ്ങളൊന്നുമില്ല, അവൻ്റെ വാക്ക് മാറുന്നതല്ല. ദ ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്, അൺചേഞ്ചിങ് വേർഡ് ഓഫ് ഗോഡ്. നിത്യനായ മാറ്റമില്ലാത്ത ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. സങ്കീർത്തനക്കാരൻ എഴുതി 90-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. യെരമ്യാ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ പറയുന്നു, നീ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണെന്നും പുരാതനനായ ദൈവം നിന്റെ സങ്കേതമെന്നും ഉറച്ചു വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചൊല്ലുന്ന വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലെ കേവലം ചടങ്ങുകൾ മാത്രമായി നമ്മുടെ ആരാധനകൾ മാറിപ്പോകും. ഇതിനൊക്കെ ഇത്രയും അർത്ഥത്തോടു കൂടിയാണോ പിതാക്കന്മാര് ഈ പദങ്ങളൊക്കെ എഴുതി വെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം പരിധികളില്ലാത്ത ദൈവമാണ്, പരിമിതികളില്ലാത്ത ദൈവമാണ്. ആ ദൈവത്തെയാണ്, ഇറ്റേണലായിട്ടുള്ള മാറ്റമില്ലാത്തവനായ ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കേണ്ടത്. ആരാധിക്കേണ്ടതും അവനെ തന്നെ. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവത്തിൻ്റെ വാക്കിന് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രതികൂലതകളോ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കും, പ്രാർത്ഥനകൾ മാറ്റിവെക്കും. ദൈവം നിത്യനായ ദൈവമാണെന്നുള്ള ബോധ്യം നമ്മൾ മാറ്റിവെക്കും. അവൻ മാറ്റമില്ലാത്തവനായ ദൈവമാണെന്നുള്ള ബോധ്യം നമ്മൾ മാറ്റിവെക്കും. പക്ഷേ ഒന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അവൻ നിത്യനായ ദൈവമാണ്. അവൻ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയുമുണ്ട്. ഞാനും നിങ്ങൾക്കും സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 70 80 എന്ന ആയുസ്സിൻ്റെ പരിമിതികളും പരിധികളുമുള്ളവരാണ്. ജീവിത സാഹചര്യങ്ങളിൽ പരിമിതികളെയും പരിധികളെയും വെച്ചവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ആ ദൈവത്തിന് പരിമിതികളോ പരിധികളോ ഇല്ലാത്ത ഒരു ദൈവമാണ്. ആ ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത്. അല്ലാത്ത പക്ഷം കേവലം നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. 4 കാര്യങ്ങളാണ് ഈ ദൈവത്തെക്കുറിച്ച്, പിതാവാം ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. എൻ്റെ സമയം അവസാനിക്കുകയാണ്. പിതാവാം ദൈവം അവൻ സൃഷ്ടാവാം ദൈവമാണ്, അവൻ വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്, അവൻ മനസ്സലിവുള്ള ദൈവമാണ്, അവൻ നിത്യനായ ദൈവമാണ്. ആ നിത്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ, പരിമിതികളില്ലാത്ത ആ ദൈവത്തെ ആരാധിക്കുവാൻ, വീണ്ടെടുപ്പുകാരനായ ദൈവത്തോട് ചേർന്ന് നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നിന്റെ മുൻപിൽ ഞാനിതാ ഇരിക്കുന്നു എന്ന് പറയുവാൻ, സൃഷ്ടാവാം ദൈവമേ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ആകാശവും ഭൂമിയും നിന്റെ കൈവേലയാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ആ സൃഷ്ടിയോട് നിന്റെ കൈപ്പണിയായ ഞാനും ചേർന്നിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി, മനസ്സലിവുള്ളവനായ നീ എന്നോട് കരുണ കാണിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി, നീ നീതിയോടെ എന്നെ വിധിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി, കരുണയുള്ളവനും സ്നേഹവാനുമായ നിത്യനായ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ആ ദൈവത്തിൽ ബലം കണ്ടെത്തുവാൻ,
നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ ഈ നോമ്പുകാലവും ഈ കൺവെൻഷൻ കാലവും. 1700 വർഷങ്ങൾക്ക് മുൻപ് പിതാക്കന്മാരാൽ വിരചിതമായ ഈ മഹാപ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുവാൻ ശ്രമിച്ചത്. ആ മഹാപ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിന് തന്നെ ഇത്രമാത്രം അർത്ഥവ്യാപ്തികൾ ഉണ്ടായെങ്കിൽ താഴോട്ട് എന്തുമാത്രം പിതാക്കന്മാര് രൂപീകരിച്ച് വച്ചിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൃത്വനാമത്തിൽ ആ ദൈവത്തെ ആരാധിക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുവാൻ, ആ സ്തുതിയും സ്തോത്രവും ഹാലലുയാകളും കാദീശും പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് എന്നെ കേട്ടിരുന്ന അഭിമന്യ തിരുമനസിനോടും നിങ്ങളേവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മുടെ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ പഠനങ്ങൾക്ക്, നമ്മുടെ സാധ്യതകൾക്ക്, നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമിടുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.